ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ ഞാൻ ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സീരിയലിൽ നമ്മളിങ്ങനെ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ ഞാനിങ്ങനെ പല പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. ആണോ? ആ അപ്പം കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ സാധനം സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കാണ്. ആ മൈൻഡിൽ അത് നമ്മൾ അതിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇത്തിരി ടഫാണ്. നമ്മൾ ഒരിക്കലും, അതായത് നമ്മൾ അങ്ങനെ ഒരു, ഇപ്പൊ നമ്മൾ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരു കുട്ടീനെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ഒരു ഹോംലി ആയിട്ടുള്ള ഒരു കുട്ടിയാ. എന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയും. അപ്പൊ അവരുടെ കുറെ കാര്യങ്ങളും അവരുടെ ആ ചട്ടക്കൂടി കിടന്ന് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോ ഡെഫിനറ്റ്ലി അത് ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ടഫായിരുന്നു മീൻസ് അത് അമ്മയാണ് എന്റെ കൂടെ നിന്ന് ഫുൾ ആ സ്റ്റേജ് ഫുള്ള് കണ്ടിട്ടുള്ളത്. ഈ അമ്മയുടെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ വളർത്തിയത് ഫുൾ അമ്മാമ്മ അപ്പാപ്പ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഐ മീൻ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയിരുന്നു. അന്നേരം ഈ മമ്മി എവിടെയായിരുന്നു? ഞാൻ എപ്പോഴും സംശയം തോന്നിയിരുന്നല്ലോ അമ്മയ്ക്ക്. അതായത് എനിക്ക് സിംഗിൾ പാരന്റ് ആണ്. അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, ചിലവർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ല ചേച്ചി. അമ്മയ്ക്ക് എന്നെ വളർത്തണം എന്നുള്ള ഒരു വ്യൂ മാത്രം അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മ അതിനെ ഫൈറ്റ് ചെയ്തു. ഇപ്പൊ എന്താ പറയാ, തൂണുണ്ടെങ്കിലല്ലേ ചാരാൻ പറ്റൂ. സീരിയസ്ലി അതുപോലെയാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചാരാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ വെരി സ്ട്രോങ്, വെരി സ്ട്രോങ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോ മേഘനയുടെ ഒരു, എനിക്ക് തോന്നുന്നു അതാണെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മ തന്നെ ആവണം. അതെ, അമ്മേനെ ആർക്കും തകർക്കാൻ പറ്റില്ല, ഞാൻ എന്നെ ഒഴിച്ച്. വെരി ഗുഡ്. ടച്ച് വിടാതെ. അതുകൊണ്ട് അത് കണ്ട് വളർന്നൊരു കുട്ടിയാ ഞാൻ. സോ ഓക്കെ. അങ്ങനെയാണെങ്കിൽ മേഘന ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യം, ഇത് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം. മേഘന എപ്പോഴും എല്ലാ കാര്യത്തിലും, സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, വർക്കിന്റെ കാര്യത്തിലോ എന്തിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ്. പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടേക്കോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലെല്ലാം തെറ്റ് പറ്റിയേക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തെറ്റ് പറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില്, നമ്മുടെ തീരുമാനങ്ങളില്? ഇല്ല ചേച്ചി, നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾക്ക് ഒന്നുമില്ല, നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ല സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യാം. അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘ്ന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന ആ ഒരു, അതെ, മേ ബി അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയേനെ. അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം. എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ ചേച്ചി. അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. അതാ ഞാൻ ചോദിക്കണം. ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ. മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഒരിക്കലും മേഘനയ്ക്ക് ശരിയായിരിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബീങ് എ സെലിബ്രിറ്റി, നിങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞ് നമുക്ക് എപ്പോഴും തെന്നി മാറണ്ടല്ലോ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇറ്റ്സ് ഓൾ അപ് ടു യു. ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി. എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്കായിരുന്നു എന്നുള്ളത്. ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മൾക്കാണ് അത് ഫീലിങ്സ്, മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. അതെ, ഓക്കെ. നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொரு സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു 10% പോലും അത് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല. ഓക്കെ, സോ ഐ ഡിസൈഡ് നോട്ട് ടു റെസ്പോണ്ട്. ഓക്കെ.